ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലാബ് ലൈഫ് TV. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസിനെയാണ് ഞങ്ങളെന്ന് പറയുന്നത് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയോഫേജ് ഈ കൊളൈനെ ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ T-event phages എന്നാണ് പറയുന്നത്. T2 phase, T4, T6. ഇതിൻ്റെ മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടാഡ്പോൾ ഷേപ്പായിരിക്കും. ഇതിനൊരു ഹെഡ് ഉണ്ടാവും, ടെയിൽ ഉണ്ടാവും. ഹെഡ് എന്ന് പറയുന്നത് ഒരു ഹെക്സഗണൽ ഷേപ്പായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA ഉണ്ടാവും. അതിനെ എൻക്ലോസ് ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടാവും. അതിനെ ക്യാപ്സിഡ് എന്ന് പറയും. ടെയിൽ എന്ന് പറയുന്നത് ഒരു ഹോളോ കോർണർ കൊണ്ട് കമ്പോസ് ചെയ്തിട്ടാണ് ടെയിൽ എന്ന് പറയുന്നത്. അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു കോൺട്രാക്റ്റൈൽ ഷീറ്റും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ടെർമിനൽ ബേസ് പ്ലേറ്റും ഉണ്ടാവും. ഈ ടെർമിനൽ ബേസ് പ്ലേറ്റിനെ അറ്റാച്ച് ചെയ്തിട്ട് പ്രോൺസ് ഉണ്ടാവും, ടെയിൽ ഫൈബേഴ്സ് ഉണ്ടാവും. ബാക്ടീരിയോഫേജിന് രണ്ട് ലൈഫ് സൈക്കിളാണുള്ളത്, ലൈറ്റിക് സൈക്കിളും ലൈസോജനിക് സൈക്കിളും. ലൈറ്റിക് സൈക്കിൾ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബാക്ടീരിയോഫേജ് ബാക്ടീരിയൽ സെല്ലിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ആ സ്റ്റെപ്പിന് നമ്മൾ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് പെനിട്രേഷൻ. പെനിട്രേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയോഫേജിൻ്റെ ഹെഡിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ഡബിൾ സ്ട്രാൻഡഡ് DNA ഉണ്ട്. ഈ DNA ഹോസ്റ്റ് സെല്ലിൽ എൻ്റർ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് റെപ്ലിക്കേഷൻ നടന്നിട്ട് കുറേ ഫേജ് പ്രോട്ടീൻസ് ഉണ്ടാക്കും. ആ സ്റ്റെപ്പിന് നമ്മൾ ബയോസിന്തസിസ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പാണ് മെച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് കുറേ ന്യൂ ബാക്ടീരിയോഫേജ് ഉണ്ടാവും. അഞ്ചാമത്തതാണ് ലൈസിസ് എന്ന് പറയുന്നത്. ലൈസിസ് എന്ന് പറഞ്ഞാൽ ഇത് കുറേ ഇങ്ങനെ ബാക്ടീരിയോഫേജ് നിറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ സെല്ല് ലൈസായിട്ട് ആ സെല്ലിൻ്റെ ഉള്ളിലെ ബാക്ടീരിയോഫേജ് എല്ലാം പുറത്തേക്ക് വരും. ബാക്ടീരിയോഫേജ് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.